أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين يقولون ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. الصابرين والصادقين والقانتين والمنفقين والمستغفرين بالأسحار. صدق الله العظيم. സൂറ ആല ഇമ്രാനിലെ 16-17 ആയത്തുകൾ. അല്ലദീന യഖൂലൂന പ്രാർത്ഥിക്കുന്നവർ. യഖൂലൂന എന്നുള്ളത് പറയുന്നവർ എന്നാണ്. ശേഷം പ്രാർത്ഥന ആയതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നവർ എന്നർത്ഥം പറയുന്നത്. പ്രാർത്ഥിക്കുക, ചോദിക്കുക, പറയുക, ഇതിനും മൂന്നിനും അറബിയിൽ ഖാല യഖൂലു എന്ന വാക്ക് ഉപയോഗിക്കും എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. റബ്ബന ഞങ്ങളുടെ നാഥ, ഇന്നന നിശ്ചയം ഞങ്ങൾ, ആമന്ന വിശ്വസിച്ചിരിക്കുന്നു, ഫഗ്ഫിർ ലനാ നീ ഞങ്ങൾക്ക്, ഫ അതിനാൽ അല്ലെങ്കിൽ എന്നാൽ, അപ്പോൾ എന്നൊക്കെ അർത്ഥം. യഗ്ഫിർ ലനാ നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ, ദുനൂബന ഞങ്ങളുടെ പാപങ്ങൾ, വഖിന നീ ഞങ്ങളെ സംരക്ഷിക്കണമേ അല്ലെങ്കിൽ രക്ഷിക്കണമേ, അദാബന്നാർ നരകശിക്ഷയിൽ നിന്ന് അല്ലെങ്കിൽ നരകത്തിൽ വീഴുന്നതിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ. അസ്സാബിരീന സബർ കൈക്കൊള്ളുന്നവരെയും, സാബിറൂന എന്നല്ല സാബിരീന എന്നാണ്, അല്ലെങ്കിൽ സബർ കൈക്കൊള്ളുന്നവർക്കും എന്നൊക്കെയാണ് അർത്ഥം വരിക. വസാദിഖീന അതിലേക്ക് ചേർത്ത് പറഞ്ഞതാണ് സത്യസന്ധർ അല്ലെങ്കിൽ സത്യം പാലിക്കുന്നവർ. വൽ ഖാനിത്തീന ഖാനിത്ത് എന്ന് പറഞ്ഞാൽ കീഴ്വണക്കം അല്ലെങ്കിൽ താഴ്മ കാണിക്കുന്നവർ എന്നൊക്കെയാണ് അർത്ഥം. വൽ മുൻഫിഖീന ചെലവഴിക്കുന്നവർ. വൽ മുസ്തഗ്ഫിരീന ഇസ്തിഗ്ഫാർ നടത്തുന്നവർ. ബിൽ അസ്ഹാർ സഹറിന്റെ നേരത്ത്. സഹർ എന്താണ്? അത്താഴം അഥവാ സുബൈക്ക് തൊട്ട് മുമ്പുള്ള സമയത്ത്, രാവിന്റെ അന്ത്യയാമം എന്നാണ് വാക്കിന്റെ അർത്ഥം. വാക്കിന്റെ നേരെ അർത്ഥം ഇരുട്ടും വെളിച്ചവും കൂടിക്കലർന്ന് അവ്യക്തമാകുന്ന, ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത, നേരം വെളുത്തിട്ടുമില്ല എന്നാൽ രാത്രി ഏതാണ്ട് തീർന്നും പോയി, അങ്ങനത്തെ സമയം എന്നാണ്. സിഹർ എന്ന വാക്ക് ഇതിൽ നിന്നുണ്ടായതാണ്. സിഹർ അവ്യക്തമാക്കലാണല്ലോ, മാജിക്. ഈ ആയത്ത് തൊട്ടു മുമ്പിലുള്ള ലില്ലദീന തഖൗ മുത്തഖികൾക്കുണ്ട് ഇൻദ റബ്ബിഹിം ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു എന്ന് പറഞ്ഞില്ലേ, ആ ലില്ലദീന തഖൗവിന്റെ വിശദീകരണമാണ് എന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത്. അപ്പൊ മുത്തഖികൾക്കുണ്ട്. ഏത് മുത്തഖികൾക്ക്? അല്ലെങ്കിൽ മുത്തഖികൾ എന്ന് പറഞ്ഞത് ആരാണ്? എങ്ങനെയൊക്കെ ചെയ്യുന്ന മുത്തഖികൾക്ക്? അവര് തഖ്വയുള്ളവരാണ്. പിന്നെ അവരുടെ പ്രാർത്ഥന എന്താണ്? അല്ലദീന യഖൂലൂന റബ്ബന ഇന്നന ആമന്ന ഫഗ്ഫിർ ലനാ ദുനൂബന. അവര് ദുആ ചെയ്യുന്നത് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു പടച്ചവനെ. അഥവാ അതിന്റെ മുമ്പ് പറഞ്ഞ വിഷയം നമുക്ക് ഓർമ്മയുണ്ടാകണം. കുഫ്ർ,
ജനങ്ങൾക്ക് താല്പര്യം ഈ ഷഹ്വത്തിന്റെ പിന്നാലെ നടക്കലാണ്, അതിനുവേണ്ടി എന്തിനും അവർ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞു തൊട്ടു മുമ്പ്. അങ്ങനെയല്ല മുത്തക്കികൾക്ക് ദുനിയാവ് എങ്ങനെയെങ്കിലും വാരിക്കൂട്ടണം, അതിനെന്താണ് വഴി എന്നതല്ല ചിന്ത. പിന്നെ അവരുടെ മുഖ്യ ആവശ്യം യഖൂലൂന റബ്ബന ഇന്നന ആമന്ന ഫഗ്ഫിർ ലനാ ദുനൂബന, വിശ്വസിച്ചിരിക്കുന്നു അഥവാ മുഅ്മിനായിരിക്കുന്നു എന്നാണ് അവർ അള്ളാഹുവിനോട് പറയുക. പൂർണ്ണമായി അള്ളാഹുവിന്റെ ദീന് ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. എന്ത് വേണം? ഞങ്ങൾ മുഅ്മിനുകളാണ്, ഞങ്ങൾക്ക് അതുകൊണ്ട് എല്ലാവിധ ആനുകൂല്യങ്ങളും ദുനിയാവിൽ വാരിക്കൂട്ടാൻ അവസരം തരയണമേ. നമ്മളത് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി അതിലുണ്ട്. ഇപ്പൊ നമ്മുടെ പ്രാർത്ഥനകൾ പോലും പലപ്പോഴും അത് ദുനിയാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളായിരിക്കും. അള്ളാഹുവിനോട് എന്തും ചോദിക്കാം, എന്ത് ചോദിച്ചാലും തരാൻ കഴിവുള്ളവനാണ് അള്ളാഹു. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് കുറച്ച് ചോദിക്കാനുണ്ട്. എന്താണ് ചോദിക്കാനുള്ള മുഖ്യ ആവശ്യം? എന്റെ ദുനിയാവിന്റെ ആവശ്യങ്ങൾ പരിഹരിച്ചു തരണമേ എന്നാണ്. ഇത് മൂമിനിന് അത്ര ചേർന്നതല്ല. മൂമിനിന്റെ ഒന്നാമത്തെ വിഷയം ദുനിയാവിൽ കൂമ്പാരം കൂട്ടണേ, മുഖന്തറത്തിൽ കനാത്തീരിൽ മുഖന്തറത്തി മിന ദഹബി വൽ ഫില്ല, അതല്ല. പകരം അവര് ആദ്യം പറയാനുള്ള ആവശ്യം പരലോകത്ത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം പടച്ചവനെ. ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളോട് പൊറുക്കണമേ, ഞങ്ങളെ നരകത്തിൽ നിന്ന് കാക്കുകയും ചെയ്യണം. ഇങ്ങനെ പരലോകത്ത് രക്ഷപ്പെടണം എന്ന് വിചാരിച്ച് നടക്കുന്ന മുത്തഖികൾ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അവരുടെ ആ വിശേഷണം അള്ളാഹു ഒന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. അങ്ങനെ വിശ്വസിച്ചിരിക്കുന്നു, അങ്ങനെ വിശ്വാസിയായി ജീവിക്കാനും പരലോകത്ത് രക്ഷപ്പെടണേ എന്ന വിചാരവുമായിട്ട് നടക്കാനും തയ്യാറാകുന്ന മുത്തഖികൾക്ക് ഉള്ളത് ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗമാണ് എന്നാണ് പറഞ്ഞതിന്റെ ഉദ്ദേശ്യം. ഇനിയും അവരുടെ വിശേഷണങ്ങൾ തുടരുകയാണ്. അസ്സാബിരീന, മുത്തഖികളുടെ പ്രത്യേകത എന്താണ്? അസ്സാബിരീന, അവർ സാബിറുകളാണ്. സാബിറൂൻ, ഈ സൂറത്തുൽ ബഖറയിൽ ഈ കാര്യം വന്നിട്ടുണ്ട്. മുത്തഖികളെ കുറിച്ച് അല്ല, സാബിറുകളെ കുറിച്ച് വസാബിരീന ഫിൽ ബഅ്സാഇ വദ്ദറാഇ വഹീനൽ ബഅ്സി, അവര് പ്രയാസങ്ങളിലും ശാരീരിക ബുദ്ധിമുട്ടുകളിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലും അതുപോലെ യുദ്ധവും ആക്രമണവും ഒക്കെ നേരിടുന്ന സന്ദർഭത്തിലുമൊക്കെ ഉറച്ചു നിൽക്കുന്നവരാണ്. ഒരു ഘട്ടത്തിൽ അവര് ആമന്ന എന്ന് മുകളിലായത്തിൽ പറഞ്ഞത് ആമന്ന എന്ന് പറയുന്നതാണ്. ആമന്ന എന്ന് പറയുക മാത്രമല്ല, ഏത് സാഹചര്യത്തിലും ആമന്ന, ഞങ്ങൾ വിശ്വാസികളാണ് എന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കും. അത് പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ഉറച്ചു നിൽക്കും, വലിയ ആക്രമണങ്ങൾ വരുമ്പോൾ ഉറച്ചു നിൽക്കും, അതുപോലെ പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ ഉറച്ചു നിൽക്കും. സൂറത്തുൽ ബഖറയിൽ തന്നെ വന്നു, വലനബ്ലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. വലിയ പരീക്ഷണങ്ങൾ ഉണ്ടാക്കും, സാമ്പത്തികമായിട്ടും ആളുടെ കാര്യത്തിലും ആരോഗ്യത്തിന്റെ കാര്യത്തിലും വിഭവങ്ങളുടെ കാര്യത്തിലുമൊക്കെ. ഫബശ്ശിരിസ് സാബിരീൻ, സാബിറുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. ആരാണ് സാബിറുകൾ? അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ, അവരെ വല്ല മുസീബത്തും ബാധിച്ചാൽ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അവര് സമാധാനിക്കാൻ വേണ്ടി പറയുന്നത് എന്താണ്? ഞങ്ങൾ അള്ളാഹുവിൻ്റെതും അവനിലേക്ക് മടങ്ങിപ്പോകാനുള്ളതുമല്ലേ. അഥവാ അള്ളാഹുവിലുള്ള വിശ്വാസത്തിന് ഊനം തട്ടിക്കാൻ ഒരു കഷ്ടപ്പാടിനും കഴിയുകയില്ല എന്നർത്ഥം. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, അവർക്ക് അള്ളാഹുവിന്റെ കാരുണ്യവും അനുഗ്രഹവും ഉണ്ടാകും എന്ന് സൂറത്തുൽ ബഖറയിൽ വന്നു. ആ സാബിറുകളെയാണ് ഇവിടെ എടുത്തു പറഞ്ഞത്. അല്ലദീന, നമ്മൾ ഈ ലിങ്ക് മനസ്സിലാക്കണം. ലില്ലദീന തഖൗ, മുത്തഖികൾക്കുണ്ട് ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹ. ഏത് മുത്തഖികൾക്ക്? യഖൂലൂന റബ്ബന ഇന്നന ആമന്ന ഫഗ്ഫിർ ലനാ ദുനൂബന വഖിനാ അദാബന്നാർ എന്ന് പറയുന്ന മുത്തഖികൾക്കുണ്ട്.
അതുപോലെ ഏത് മുത്തക്കികൾ? സാബിറുകളായ മുത്തക്കികൾക്കുണ്ട്. മുത്തക്കി ആകണമെങ്കിൽ സാബിർ ആകണം എന്നർത്ഥം എന്നല്ല, അതിന്റെ മറ്റൊരു കാര്യവും കൂടിയുണ്ട്. സാബിർ ആകാൻ കഴിയുക മുത്തക്കിക്ക് മാത്രമാണ്, യഥാർത്ഥ സാബിർ ആകാൻ കഴിയുക. കാരണം എന്താണ്? വസ്ബിർ വമാ സബറുക ഇല്ലാ ബില്ലാഹ്. ഒരുപാട് സ്ഥലത്ത് പരിശുദ്ധ ഖുർആൻ കൈകാര്യം ചെയ്ത വിഷയമാണ്. ക്ഷമിക്കാൻ 70-ലധികം തവണ പറയുന്നുണ്ട് എന്നാണ് മുഫസ്സിറുകൾ പറയുന്നത് ഖുർആനിലെ. വസ്ബിർ കമാ സബറുക ഇല്ലാ ബില്ലാഹ്. സഹിച്ചുറച്ചു നിൽക്കുക. താങ്കളുടെ സബർ അള്ളാഹുവിന്റെ പേരിലാണ്. അള്ളാഹുവിനെ വിചാരിച്ചിട്ട് നാളെ ഒരു പരലോകം, ഇവിടുത്തെ എല്ലാ കഷ്ടപ്പാടിനും പരിഹാരമാകുന്ന ഒരു ജീവിതം എനിക്ക് വരാനുണ്ട് എന്നും എന്റെ ആവശ്യങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മനസ്സിലാക്കുന്ന, പരിഗണിക്കുന്ന ഒരു റബ്ബ് എനിക്കുണ്ട് എന്നും തൊട്ടു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു ബസീറും ബിൽ ഇബാദ്. അത് ഇടവാചകമായി പറഞ്ഞതാണ്. അങ്ങനെ അള്ളാഹുവിനെ വിചാരിച്ച് തഖ്വ പുലർത്തുന്നവർക്ക് യഥാർത്ഥത്തിൽ സാബിറാകാൻ കഴിയുകയുള്ളൂ. സാബിറായവനെ മുത്തഖീം ആകുകയുള്ളൂ. ഒന്നാമത്തത് വേണ്ടത് സാബിർ ആകുക എന്നതാണ്. ഏത് സാഹചര്യത്തിലും സത്യത്തിലും നന്മയിലും ഉറച്ചു നിൽക്കുക എന്നർത്ഥം. വസ്സാദിഖീന, സത്യസന്ധർ. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കുവിൻ, സത്യസന്ധരോടൊപ്പമായിരിക്കുവിൻ. എന്താണ് ഈ സത്യസന്ധത? 1 അവരുടെ വർത്തമാനം, 2 അവരുടെ ഇടപാടുകൾ, 3 അവരുടെ അഭിപ്രായങ്ങളും നിലപാടുകളും. ഈ അഭിപ്രായങ്ങളും നിലപാടുകളും സ്വീകരിക്കുമ്പോൾ എന്ത് പറഞ്ഞാലാണ് എനിക്കിപ്പോ ഗുണം എന്ന് തീരുമാനിച്ചിട്ട് അഭിപ്രായം പറയാൻ ആളുകൾക്ക് പലപ്പോഴും താല്പര്യം ഉണ്ടാവുമല്ലോ. അല്ല, എന്താണ് വസ്തുത അത് ഞാൻ പറയും, എന്താണ് ശരിയായ നിലപാട് അത് ഞാൻ സ്വീകരിക്കും. ഇങ്ങനെ നിലപാടുകളിൽ സത്യസന്ധത. അതുപോലെ പ്രവർത്തനങ്ങളും വിശ്വാസവും തമ്മിൽ ഉള്ള ചേർച്ച, അത് സത്യസന്ധതയുടെ ഭാഗമാണ്. അള്ളാഹുവാണ് എന്റെ ഇലാഹ് എന്ന് പറയുകയും എന്നിട്ട് പ്രവർത്തനങ്ങളിൽ അത് തന്നെ കാണുകയും ചെയ്യണം. അതിനാണ് ഈമാൻ എന്ന് പറയാം. ഈമാനിനെ കുറിച്ചുള്ള വിശദീകരണം പറഞ്ഞത് തന്നെ അങ്ങനെയാണ്. ഇഖ്റാറും ഇസ്ബാത്തും ബിൽ ലിസാനി വ ഇസ്ബാത്തും ബിൽ ഖൽബി. നാവ് കൊണ്ട് തുറന്നു പറയുകയും വേണം, ഹൃദയം കൊണ്ട് അത് ഇസ്ബാത്തും ബിൽ അഅ്മാലി, പ്രവർത്തനങ്ങൾ കൊണ്ട് അതിനെ സ്ഥിരീകരിക്കുകയും വേണം. അള്ളാഹുവാണ് എന്റെ റബ്ബ് എന്ന് പറഞ്ഞു, പക്ഷെ പറഞ്ഞിട്ട് ആ പറഞ്ഞത് അയാൾ അംഗീകരിച്ചിരിക്കുന്നു എന്നതിന്റെ ഒരു ലക്ഷണവും പ്രവർത്തനത്തിൽ കാണാനില്ലെങ്കിൽ അയാൾ മുനാഫിഖാണ്. സാദിഖായാൽ എങ്ങനെ? പറഞ്ഞത് അയാളുടെ നിലപാട്, അയാൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളാണെന്നാണ്. അത് പറയേണ്ടതില്ല, അയാളുടെ പ്രവർത്തനം കണ്ടാൽ തന്നെ അറിയാം. അപ്പോഴാണ് ഒരാൾ സാദിഖ് ആകുന്നത്. ഇങ്ങനെ സാദിഖ് എന്നതിന് ഖുർആൻ തന്നെ നൽകുന്ന ഒരുപാട് വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെയാണ് ഈ മുഅ്മിനുകൾ. അല്ലാഹു തആല സ്വർഗം കൊടുക്കുന്ന മുത്തഖികൾ എന്ന് പറഞ്ഞവരുടെ സ്വഭാവം അതാണ്. അവർ സാബിറുകളാണ്, സാദിഖുകളാണ്. വൽ ഖാനിതീൻ, താഴ്മയുള്ളവരാണ്. ഖൂമൂ ലില്ലാഹി ഖാനിതീൻ നേരത്തെ വന്നതാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ തലകുനിക്കുന്നത് അള്ളാഹുവിന്റെ മുമ്പിൽ കീഴ്പ്പെട്ടതിന്റെ പേരിലാണ്, അള്ളാഹുവിനോട് വിനയം ഉള്ളതിന്റെ പേരിലാണ്. അല്ലാതെ ഒരു ചടങ്ങ് നടത്തുകയല്ല എന്നർത്ഥം. പകരം അള്ളാഹുവിനോട് താഴ്മയും വിനയവും അനുസരണവും അച്ചടക്കവും ഒക്കെ പാലിക്കുന്നവരാണ്. അതാണ് അവരുടെ മറ്റൊരു സ്വഭാവം. വൽ മുൻഫിഖീൻ, മുൻഫിഖുകൾക്കും അഥവാ ചെലവഴിക്കുന്നവർ, പിഷ്കുകയില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ പരലോകം കൊതിച്ചുകൊണ്ട് അവർ സമ്പത്ത് കൊണ്ട് ചെയ്യുന്ന ഒരു പണി, ഈ ഭൗതികൻ സമ്പത്ത് ചെലവഴിക്കൂല. അവന്റെ ആസ്വാദനത്തിന് വേണ്ടി അവന് തികയില്ല. ധൂർത്തും ദുർവയും അല്ലെങ്കിൽ ഭൗതികത തലക്ക് പിടിച്ചാല് ഒരാളുടെ സമ്പത്ത് അയാളുടെ ആസ്വാദനത്തിന് തികയില്ല. അതുകൊണ്ട് തന്നെ കഷ്ടപ്പെടുന്നവർക്കോ ഫീസബീലില്ലയിലോ ചെലവാക്കാൻ
താല്പര്യമുണ്ടാകുകയില്ല. അതേ സമയത്ത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ സമ്പത്ത് അവന്റെ പരലോകം വർദ്ധിപ്പിക്കുവാൻ അല്ലാഹു തആല കൊടുത്ത ഒരു ചാൻസും ഉപകരണവുമായിട്ടാണ് കാണുക. അതാണ് മുൻഫിഖീൻ എന്നത് അവരെ പുകഴ്ത്തി അല്ലാഹു തആല പറഞ്ഞത്. വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, അവർ സഹറിന്റെ സമയത്ത് ഇസ്തിഗ്ഫാർ നടത്തുന്നവരാണ്. തഹജ്ജുദ് നമസ്കാരം, ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിത്ർ അവസാനിക്കാറുണ്ടായിരുന്നത് ഈ സമയത്തായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് കാണാൻ കഴിയും. ഫന്തഹ വിത്റുഹു ഇല സഹരി, നിസ്കരിച്ച് അവിടെ എത്തും. അതിന്റെ മുമ്പ് തഹജ്ജുദ് നിസ്കരിച്ചാലും വിത്ർ നിസ്കരിക്കല് ഈ അവസാന സമയത്ത് ആയിരിക്കും എന്ന് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. വളരെ പ്രാധാന്യം ആ സമയത്തിന് ഉള്ളതായിട്ട് ധാരാളം റിവായത്തുകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ സഹാബിമാരും ആ സമയത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, കുന്നാ നുമറു ഇദാ സല്ലൈനാ മിനൽ ലൈലി അൻ നസ്തഗ്ഫിറ ഫി ആഖിരി സഹരി 70 മറത്തൻ. ഞങ്ങൾ കൽപ്പിക്കപ്പെടാറുണ്ടായിരുന്നു, അഥവാ റസൂലുള്ളാഹി ഞങ്ങളോട് പറയാറുണ്ടായിരുന്നു, പിന്നെ രാത്രി നമസ്കരിച്ചാൽ സഹറിന്റെ സമയത്ത് 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ നടത്താൻ, അഥവാ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ആത്മാർത്ഥമായി ചെല്ലാൻ. അതുപോലെ മറ്റൊരിടത്ത് നമുക്ക് കാണാൻ കഴിയും, പിന്നെ ഒരു സഹാബി റിപ്പോർട്ട് ചെയ്യാണ്, സമയത്തു റജുലൻ ഫി സഹരി ഫി നാഹിയത്തിൽ മസ്ജിദ്, പള്ളിയുടെ ഭാഗത്ത് സഹറില് ഒരു അനക്കം കേട്ടു ഞാൻ. ഒരാളിങ്ങനെ പറയുന്നുണ്ട്, യഖൂലു റബ്ബി അമർത്തനി ഫഅതഅതുക വഹാദാ സഹറുൻ ഫഗ്ഫിർലി, പടച്ചവനെ നീ എന്നോട് കൽപ്പിച്ചു, ഞാൻ നിന്നെ അനുസരിക്കുകയും ചെയ്തു. നീ എന്നോട് കൽപ്പിച്ചത് ഞാൻ അനുസരിച്ചു. വഹാദാ സഹറുൻ, നീ ആ കൽപ്പിച്ച സഹറിന്റെ സമയത്ത് ഇതാ ഞാൻ വന്നിരിക്കുന്നു. ഫഗ്ഫിർലി, അതുകൊണ്ട് നീ എനിക്ക് പുറത്തു തരണമേ. ഫനളർത്തു, അപ്പോൾ ഞാൻ നോക്കി. ഫൈദാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ആരാണ് ഈ വെളിച്ചമില്ലാത്ത നേരത്ത് പള്ളിയുടെ ഭാഗത്ത് ഒരു അനക്കം കേൾക്കുന്നത് എന്ന് നോക്കി ഞാൻ ചെന്ന്. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. എന്താ പറയുന്നത്? പടച്ചവനെ നീ കൽപ്പിച്ചില്ലേ ഈ സമയത്ത് ഇസ്തിഗ്ഫാർ നടത്താൻ, അത് ഞാൻ അനുസരിച്ചു കേട്ടോ. ഇതാ സമയമാണ്, അതുകൊണ്ട് എനിക്ക് പുറത്തു തരണമേ. എന്താണ് ഈ സംഗതി? ഒരു മനുഷ്യന്റെ, അത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്, മനുഷ്യന്റെ പ്രകൃതവുമായി അതിനൊരു ബന്ധമുണ്ട്. ഒരാൾക്കൊരു സംഗതി തലേ കയറിയാൽ എന്താ സംഭവിക്കുക? അയാൾ അതിനു വേണ്ടി അതിരാവിലെ എഴുന്നേൽക്കും. ഉറങ്ങാൻ കഴിയില്ല അയാൾക്ക്, കാരണം അയാളുടെ മുഖ്യ പ്രശ്നം അതായിരിക്കും. ഈ സുബഹിക്ക് എഴുന്നേൽക്കാൻ മടിയുള്ള ആളുകൾക്ക് ദൂരെ എങ്ങോട്ടോ രാവിലെ കല്യാണത്തിന് പോകാനുണ്ടെന്ന് നോക്ക്, അവര് വളരെ നേരത്തെ എഴുന്നേൽക്കും. കുട്ടിക്കാലത്ത് ഈ പെരുന്നാൾക്ക് സാധാരണ സുബൈക്ക് ചിലപ്പം സുബൈ തെറ്റാൻ നേരത്തെ നിസ്കരിക്കലും ചിലപ്പോ ഇങ്ങനെ കുട്ടിക്കാലത്ത് അങ്ങനെയൊക്കെയാണല്ലോ കുട്ടികൾ ഉണ്ടാവുക. പക്ഷെ പെരുന്നാൾക്ക് അവരെപ്പോ എഴുന്നേൽക്കും? അത് വളരെ നേരത്തെ, സുബൈക്ക് മുമ്പ് തന്നെ എഴുന്നേറ്റിട്ടുണ്ടാകും, അല്ലെങ്കിൽ സുബൈക്ക് എന്തായാലും എഴുന്നേൽക്കും. ഇങ്ങനെ ആവേശം വരുമ്പോ, ഒരു സംഗതിയിൽ ആവേശം കൂടുതൽ താല്പര്യമൊക്കെ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ ചെയ്യുന്ന പണിയാണ് അതിരാവിലെ വളരെ നേരത്തെ എഴുന്നേൽക്കുക. ഏത് കാര്യത്തിനും അത് നമുക്ക് കാണാൻ കഴിയും മനുഷ്യന്റെ പ്രകൃതത്തിൽ. എങ്കിൽ വിശ്വാസിയുടെ ഏറ്റവും വലിയ വിഷയം എന്താണ്? അള്ളാഹുവിനോട് എനിക്ക് പ്രാർത്ഥിക്കണം, എനിക്ക് മാപ്പ് ചോദിക്കണം, എൻ്റെ പാപങ്ങൾ എനിക്ക് പുറത്തു കിട്ടണം എന്ന മനസ്സുണ്ടാകുമ്പോ അതിനുവേണ്ടി സുബഹിക്ക് മുമ്പ് അയാൾ ഉണരും. അതായിരിക്കും അത് അയാളുടെ മെയിൻ വിഷയം എന്ന തരത്തിലാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളെ കുറിച്ച് പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളുമുള്ള യഥാർത്ഥ സത്യവിശ്വാസികളായി അള്ളാഹുവിന്റെ സ്വർഗത്തിന് അർഹരാകുന്ന വിധം ജീവിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا
اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. صلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.